പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് എൻ്റെ ഒരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ വളരെ എൻ്റെ ചെറിയ ചെറിയ വീഡിയോകൾ, മകൻ്റെ വീഡിയോകൾ, അങ്ങനെ വളരെ രസകരമായി തുടങ്ങിയ ഒരു ചാനലാണ്. എല്ലാവരും നമ്മൾ ഫേസ്ബുക്കും ഇപ്പോൾ അങ്ങനെയാണല്ലോ, ഫേസ്ബുക്കും വാട്സപ്പിലൊക്കെ അക്കൗണ്ടുള്ള പോലെ യൂട്യൂബും നമുക്ക് തുടങ്ങും. അതുപോലെ തന്നെ അതിൽ നമുക്ക് വ്ളോഗുകളൊക്കെ ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാനും യൂട്യൂബിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ മകൻ്റെ വീഡിയോകളാണ് ഇട്ടിരുന്നത്. മകനാണ് ഇങ്ങനെ ഈ യൂട്യൂബിൽ വ്ളോഗേഴ്സ് ചെയ്യുന്ന വ്ളോഗ് കണ്ടിട്ട് അവനത് കണ്ടിഷ്ടപ്പെട്ടിട്ട് അവൻ അതേപോലെ ചെയ്തു തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ അത് അവനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഞാനത് എൻ്റെ ഇതിലിട്ടിട്ട് അതിൻ്റെ ലിങ്ക് അവൻ അയച്ചു. അവനക്കത് കണ്ട അവന് ഹാപ്പിയാണ്. അല്ലാതെ അത് എത്ര ആൾ കണ്ടില്ല എന്നുള്ളതൊന്നും അവനക്ക് വിഷയമുള്ള കാര്യമില്ല. അങ്ങനെ തുടങ്ങിയ ഒരു ചാനലാണത്. പിന്നീട് ഞാൻ രാഷ്ട്രീയപരമായിട്ട് എനിക്ക് വലിയ താല്പര്യമുള്ള ആളാണ്. അങ്ങനെ രാഷ്ട്രീയം കുറേശ്ശെ പറഞ്ഞു തുടങ്ങി. പ്രത്യേകിച്ച് പാർലമെന്റ് ഇലക്ഷൻ്റെ സമയത്തൊക്കെ അതിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടും നമ്മുടെ വിശകലനങ്ങളും ആ വിശകലനത്തിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ രാഷ്ട്രീയമൊക്കെ കടന്നു വരും. അപ്പോൾ ഞാൻ ഒരു സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറയുമ്പോൾ അത് എൻ്റെ രാഷ്ട്രീയം കൂടി അതിൽ സ്വാധീനിച്ചുകൊണ്ടാണ്. ഞാനതിൽ നിരീക്ഷണം നടത്തിയിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ നിരീക്ഷണം എന്ന് പറയുന്നത് എൻ്റെ രാഷ്ട്രീയ ബോധത്തിൽ നിന്നുകൊണ്ടായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിൽ ചിലപ്പോഴൊക്കെ എൻ്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും ഞാൻ നടത്തുന്ന പ്രവചനം. എന്തായാലും അങ്ങനെ പാർലമെന്റ് ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള എൻ്റെ പ്രവചനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ആയിട്ട് വീഡിയോകൾ ഇങ്ങനെ നിരന്തരമായി ചെയ്തു. അതിൽ ചില വീഡിയോകളൊക്കെ ഒരുപാട് ആളുകൾ കണ്ടു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് വാച്ചവറും അതുപോലെ തന്നെ എല്ലാം കൂടി എനിക്ക് സബ്സ്ക്രൈബേഴ്സ് 1000-ന് മുകളിൽ പെട്ടെന്ന് വന്നു. വളരെ ദിവസങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞ പോലെ സംഭവിച്ചു. വാച്ചവറൊക്കെ എനിക്ക് 4-5 ദിവസം കൊണ്ട് സംഭവിച്ചു. 4000 വാച്ചവറൊക്കെ, 1000 സബ്. അങ്ങനെ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് മോണിറ്റൈസേഷനായി, ID വെരിഫിക്കേഷൻ കഴിഞ്ഞു, പിന്നെ പിൻ ലെറ്റർ ലഭിച്ചു, അഡ്രസ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. പിൻ ലെറ്റർ എനിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഗൂഗിൾ ആഡ്സൻസ് അക്കൗണ്ട് എടുക്കുമ്പോൾ ഞാൻ ബഹ്റൈനിലുള്ള ഇതാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അഡ്രസ്സും കാര്യങ്ങളും കുറച്ചും കൂടിയും പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നാട്ടിൽ വരുന്നവർക്ക് എങ്ങനെയും എനിക്കറിയില്ല. ഞാൻ നാട്ടിലല്ല ചെയ്തിട്ടുള്ളത്, ഞാൻ ഇവിടെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ അഡ്രസ്സുമായി ബന്ധപ്പെട്ടും 4 അറ്റംപ്റ്റ് നടത്തിയിട്ട് 4ാമത്തെ അറ്റംപ്റ്റിൽ ഏറ്റവും ഒടുവിലാണ് എനിക്ക് പിൻ ലെറ്റർ കിട്ടിയത്. ഞാൻ അതിനിടക്ക് പിൻ ലെറ്റർ വരാതായപ്പോൾ എൻ്റെ ഈ ആഡ്സൻസിൻ്റെ കൺട്രി ഓഫ് ടെറിട്ടറി ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് നാട്ടിലേക്ക് മാറ്റിയിട്ട് ഉള്ള ഒരു ശ്രമം നടത്തി. അങ്ങനെ ഒരു 32 ദിവസം അവർ ഡിസേബിൾ ചെയ്തു. പിന്നെ എനിക്ക് പിൻ ലെറ്റർ കിട്ടി. ഇപ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ട് എനിക്കിപ്പോൾ ആഡ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. പഴയ പോലെ തന്നെ ആയി. വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു $1 നമുക്കിപ്പോൾ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ളൊരു കണക്കുണ്ടല്ലോ. ഒരു $100 അടുത്ത് €70 അങ്ങനെ എന്തോ ആണെന്നുണ്ട് എൻ്റെ കണക്ക് വരുന്നത്. അപ്പോൾ ഏതായാലും അവരുടെ ആ ഒരു കണക്ക് പ്രകാരമുള്ള ഇതിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള വരുന്നുണ്ട്. ഒരുപാട് വീഡിയോകളൊന്നുമില്ല. എല്ലാ വീഡിയോകൾക്കൊന്നും ഒരുപോലെ വ്യൂവേഴ്സൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ നിരന്തരമായി ചെയ്യുമ്പോൾ ചില വീഡിയോകളൊക്കെ നന്നായിട്ട് ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ വളരെ എന്താ പറയുക, ഒരു നേരം പോക്കിന് അല്ലെങ്കിൽ മകനക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെ അവൻ്റെ വീഡിയോകൾ ഇട്ട് തുടങ്ങിയതാണ്. അതല്ലാതെ വീഡിയോ ഒന്നും നമ്മളങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. അതോടൊപ്പം തന്നെ ഞാൻ ബഹ്റൈനിലിരിക്കുന്ന സമയത്ത് കോവിഡ് കഴിഞ്ഞതിന് ശേഷം കോവിഡ് വാക്സിൻ എടുത്തിരുന്നു. അപ്പോൾ കോവിഡ് വാക്സിൻ ട്രയൽ എടുത്തിരുന്നു വളണ്ടിയറായിട്ട്. അത് ഫസ്റ്റ് ടൈമിൽ പരീക്ഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഞാൻ പോയിട്ട് ഞാൻ അതിൻ്റെ ഒരു ഡോസ് എടുത്തിരുന്നു. 3 ഡോസ് എടുത്തിരുന്നു എൻ്റെ ആദ്യത്തെ ഘട്ടത്തിലുള്ള. അത് വളരെ ചെറിയ രീതിയിലാണ് ആ ഡോസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിവരണം ഞാൻ യൂട്യൂബിലിട്ടിരുന്നു മുമ്പ്. അതാണ് എൻ്റേതായിട്ടുള്ള ആദ്യത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്സിനുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഇടയ്ക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നതും അതും ഇതൊക്കെ. നമുക്കങ്ങനെ പ്രത്യേകിച്ചൊരു താല്പര്യങ്ങളൊന്നുമില്ല. എല്ലാം കൊണ്ടുപോയി ഇടുന്ന ഒരു പരിപാടിയായിരുന്നു. പിന്നീടാണ് ഈ പൊളിറ്റിക്സ് പറഞ്ഞു തുടങ്ങിയത്. അത് ഏറെക്കുറെ ആളുകളൊക്കെ ഒരുപാട് നന്നായിട്ട് കാണുന്നുണ്ട്. മറ്റേത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് അത് കുറേ ആളുകൾക്ക് ഇരുന്ന് ഷെയർ ചെയ്താൽ പോലും വളരെ കുറച്ച് ആളുകളാണ് വ്യൂവേഴ്സായിട്ട് കിട്ടിയിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യൂട്യൂബിൽ നിന്ന് തന്നെ അത്യാവശ്യം ആളുകൾ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ മോണിറ്റൈസേഷൻ ആകുന്നതിന് വേണ്ടിയിട്ടും വ്യൂവേഴ്സ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും സബ് ആക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കുറേ ആളുകൾ എനിക്കത് വലിയ വിശ്വാസമല്ല. കുറേ ആളുകൾ യൂട്യൂബിൽ കാണുന്നുണ്ട്, നിങ്ങൾക്ക് അത് കൂട്ടിത്തരാം, നിങ്ങൾക്ക് വരുമ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ അതിൻ്റെ പിറകിലൊന്നും പോവാതിരിക്കുക. ദയവ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ നിങ്ങൾ പോകുന്നല്ലാതെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇത് നിരന്തരമായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ട്
അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോകൾ നിരന്തരമായി അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് സ്വയമേവ നമ്മൾ ആയി വരേണ്ടതാണ്. അതല്ലാതെ ഈ ആളുകൾ അതൊക്കെ ചെയ്ത് തന്നിട്ട് നമുക്ക് അങ്ങനെ ആയിട്ട് കാര്യം, അതൊരു താൽക്കാലികം മാത്രമേ നമുക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. കുറേ ആളുകൾ കൊണ്ട് നമ്മൾ പോയിട്ട് നമ്മളെ ഫ്രണ്ട്സുകളെ കൊണ്ടൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇപ്പം അതൊക്കെ നിന്നിട്ടുണ്ട് കുറേയൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, കാണാൻ പറയുക, അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ നല്ല നല്ല വീഡിയോകൾ നിരന്തരമായി ചെയ്യുക. പിന്നെ ഇതിൽ നിന്ന് കുറേ പണം കിട്ടണം, വരുമാനം കിട്ടണം, പ്രശസ്തി വരണമെന്ന് മാത്രം ആഗ്രഹിച്ച് ചെയ്യുന്നതിന് പകരം അതിനോടൊരു പാഷനായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല, നാളെ ഒരു മടുപ്പ് തോന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കുറേ ചെയ്തിട്ട് നമുക്ക് പണം കിട്ടാതെ വരുമ്പോൾ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങൾ വരാതാവുമ്പോൾ നമുക്ക് വിഷമാവും. അപ്പോൾ നമ്മൾ അത് ഇട്ട് വീഴും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ നിരന്തരമായിട്ട് നമുക്ക് ഏത് മേഖലയിലാണോ കഴിവുള്ളത്, ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാനാണെങ്കിൽ നല്ല ഫുഡുകൾ ഉണ്ടാക്കിയിട്ട് ആളുകളെ കാണിക്കുക. അതല്ലെങ്കിൽ മറ്റേത് ഇൻട്രസ്റ്റിംഗ് സിനിമയാണോ, അല്ലെങ്കിൽ മറ്റ് എൻ്റർടൈൻമെൻ്റ് ആണോ, പൊളിറ്റിക്സ് ആണോ, ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളത്. അതുപോലെ തന്നെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുണ്ട്, ഭൗമശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾക്കുള്ള. അതുപോലെ തന്നെ ഒരുപാട് കോൺസ്പിറൻസി തിയറി ഉണ്ട്. നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കറിയുന്ന അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് പറഞ്ഞാൽ നല്ല വീഡിയോകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഫേക്കായിട്ട് ആളുകൾ നമുക്ക് 1000 സബ്ബും അതേപോലെ തന്നെ 4000 വാച്ച് അവറൊക്കെ തരാൻ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തരുന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും ആരും ചേർന്ന് വീഴരുത്. ഇതിങ്ങനെ വളരെ നമ്മളുടെ അങ്ങനെയാണ് എല്ലാ ആളുകളും ഈ രംഗത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, ശോഭിച്ചിട്ടുള്ളത്. അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദിയായിട്ട് യൂട്യൂബിനെ കണ്ടു. യൂട്യൂബിൽ നിന്ന് അങ്ങനെ ഗ്രാജുവലായിട്ട് നമുക്ക് എന്ത് ചെയ്തു വരുമാനവും കിട്ടി. അങ്ങനെ വ്ളോഗറായി മാറിയവരായിരിക്കും ഭൂരിഭാഗം ആളുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ തുടരട്ടെ. ഏതായാലും എനിക്ക് ഉണ്ടായിട്ടുള്ള ഈ അനുഭവം, അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതായി എനിക്കിപ്പോൾ പേയ്മെൻറ്റിൻ്റെ ഒരു ഏറെക്കുറെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു 11-ാം തീയതി കഴിഞ്ഞതിന് ശേഷം 20-ാം തീയതി 25-ാം തീയതിക്കായിരുന്നു തോന്നുന്നുണ്ട് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ. അത് നോക്കുന്നു. ഇനി ബാങ്ക് ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പൂർണ്ണമാവാനുള്ളൂ. അതായത് ഗൂഗിൾ ആഡ്സെൻസ് എത്ര ഫണ്ടായാലാണ് നമുക്ക് തരിക, ആ പണം ഇപ്പോൾ എനിക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഇനി അഡ്രസ്സും വെരിഫിക്കേഷനൊക്കെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി ബാങ്കിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിലെന്തെങ്കിലും കാര്യങ്ങൾ ഇനി അപ്ഡേറ്ററായി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസം തീയതി ആയി കഴിഞ്ഞാൽ എനിക്ക് ചെറിയ രീതിയിലുള്ളൊരു വരുമാനം കിട്ടും. കിട്ടിയതിന് ശേഷം ഞാൻ അതും പറഞ്ഞിട്ടൊരു വീഡിയോയും കൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും യൂട്യൂബിൽ നിന്നുള്ള ഒരു ആദ്യത്തെ വരുമാനം, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പ്രോസസ്സൊക്കെ ഒരു ആദ്യഘട്ടം വളരെ വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. താങ്ക് യു.